മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ 146.85 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ 9 PWD റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി വാഹന റാലിയും നടന്നു. അരുൺകുമാർ MLA-യുടെയും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ എൻ്റെ പേര് വി മാത്തുണ്ണി, തഴക്കര ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമായി പന്തളം തട്ടാരമ്പലം റോഡ് ഉദ്ഘാടനം നടക്കുകയാണ്. ഏതാണ്ട് 9ഓളം PWD റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ബഹുമാനായ PWD മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത്. മാവേലിക്കര MLA-യുടെയും മുൻ MLA R രാജേഷിൻ്റെയും ശ്രമഫലമായി വന്ന ഒരു വലിയ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണിത്. നാട് മുഴുവൻ ഉണർന്ന് മുഴുവൻ പ്രദേശത്തെ ആളുകൾ ഇന്ന് ഈ ഉദ്ഘാടനത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ റോഡിൻ്റെ വികസനം ഈ പ്രദേശത്തെ ആകെ സമഗ്രമായ പുരോഗതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ്. ഇത് ബഹുമാന്യരായ യാത്രക്കാർക്ക് എത്രയും പെട്ടെന്ന് മാവേലിക്കരയിൽ നിന്നും പന്തളത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ സുഗമമായ BMBC നിലവാരത്തിൽ പണിതിരിക്കുന്ന റോഡാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നാട്ടുകാർക്ക് ആവേശമാണ്, പ്രദേശത്തിന് ഏറ്റവും ഗുണകരമാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളാകെ LDF ഗവൺമെൻറ്റിനെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ് ഈ ഉത്സവത്തിൻ്റെ പ്രതീതി ഇവിടെ കാണുവാൻ കഴിയും. ഈ കിടക്കുന്ന വണ്ടി കണ്ടോ? 1959 മോഡൽ വണ്ടിയാണ്. അപ്പം നമുക്ക് ഇടക്കാലത്തൊരു ബുദ്ധിമുട്ടാണ് ഈ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലെ റോഡുകളിലൂടെ ഓടിക്കാനായിട്ട്. കാരണം പഴയ പോലെ അല്ല, റോഡെല്ലാം കുഴിയായി, ഒരുപാട് വാഹനങ്ങൾ വന്നു. ഇപ്പം ഈ ഒരു കുറച്ച് നാളായിട്ട് നമ്മുടെ റോഡൊക്കെ എല്ലാം മികച്ചതായിട്ടുണ്ട്, റബ്ബറൈസ് റോഡുകളായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ റോഡാണ് പന്തളം മാവേലിക്കര തട്ടായമ്പലം റോഡ്. അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടീം എയർ എഞ്ചിൻസിനെ ഇവർ ക്ഷണിക്കുകയുണ്ടായി, മാവേലിക്കര മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അതിനോടനുബന്ധിച്ച് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വരുന്നുണ്ട്, PWD മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റാലിയാണിത്. അപ്പോൾ നമ്മളും ടീം എയർ എഞ്ചിൻസിലെ കുറച്ച് വിൻറ്റേജ് വണ്ടികളും വിൻറ്റേജ് കാർസ് ഉണ്ട്, വിൻറ്റേജ് ബൈക്സ് ഉണ്ട്. നമ്മളും അതിൻ്റെ കൂടെ ആ ഒരു സന്തോഷം പങ്കിടാനായിട്ട് റാലി പങ്കുചേരുന്നുണ്ട്. കേരളത്തിൽ 10 വർഷത്തിന് മുമ്പില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തട്ടാരമ്പലം മുതൽ പന്തളം വരെയുള്ള ഈ റോഡ് അതിമനോഹരമായി നല്ല ഗുണനിലവാരത്തോടു കൂടി ചെയ്തു കഴിഞ്ഞിരിക്കുക. ഏതാണ്ട് 120 കോടിയോളം രൂപ ഈ റോഡിന് വേണ്ടി തന്നെ ചിലവഴിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഈ റോഡ് മാത്രമല്ല, റോഡിൽ സ്ഥിതി ചെയ്യുന്ന തെരുവ് വിളക്കുകളടക്കം വലിയ തോതിലുള്ള വികസന പ്രവർത്തനം നമ്മുടെ പ്രദേശത്ത് നടന്നു കഴിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസ് ഇന്നിവിടെ എത്തിച്ചേരുകയും ഈ റോഡിൻ്റെ കുരിശുമൂട് മുതൽ മാവേലിക്കര തട്ടാരമ്പലം വരെയുള്ള ഭാഗത്തേക്ക് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വലിയൊരു ഘോഷയാത്രയായി നടന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. ഇതേപോലെയുള്ള ഒട്ടനവധി പ്രവർത്തികൾ മാവേലിക്കര മണ്ഡലത്തിൽ ശ്രീ MS അരുൺകുമാർ MLA-യുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ എല്ലാ ഉദ്ഘാടന കർമ്മവും ഈ ചടങ്ങോടുകൂടി തന്നെ നടക്കുകയാണ്. അതിനുവേണ്ടി ഈ പ്രകൃതി അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പോലും നാട്ടിലെ ജനങ്ങളാകെ അതോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ഭരണ സംവിധാനം ആകെയുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊക്കെ ഉണ്ട്, മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല ആ വികസനത്തിൻ്റെ ഒരു വലിയ മകുടോദാഹരണമായി മാവേലിക്കര മണ്ഡലത്തിന് എന്നെന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഈ ഗവൺമെൻറ്റിനെ
അഭൂതപൂർവമായ അഭിനന്ദനം അറിയിക്കുകയാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത്.